പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ലെന്ന് നമ്മൾ മലയാളത്തിൽ പഴഞ്ചൊല്ലുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മുടെ മോദിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. മോദിയുടെ ഉഡായിപ്പുകൾ കഴിഞ്ഞ ഒരു 12 വർഷം നടന്ന പോലെ ഇപ്രാവശ്യം അത് CJPയുടെ മുമ്പിൽ, പാറ്റ പാർട്ടിയുടെ മുമ്പിൽ ചിലവായില്ല. ഇയാൾ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയി കഴിഞ്ഞിട്ട് ഏകദേശം 2 മാസത്തിൽ കൂടുതലായി. ഈ 2 മാസമായിട്ടും അയാൾക്ക് നടപടിയെടുക്കാനും അറിയത്തില്ലായിരുന്നു. ഇതുപോലെ ഒരു പുതിയ നിയമം, പരീക്ഷ ചോദ്യപേപ്പർ ലീക്ക് ചെയ്യുന്നവരെ കഠിന ശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്നും പറഞ്ഞൊരു നിയമം കൊണ്ടുവരാൻ അയാൾക്ക് തോന്നിയില്ല. ഇവർ സമരം ചെയ്തപ്പോഴാണ് അയാൾക്ക് ഉഡായിപ്പായിട്ട് വന്നത്. ഇപ്പോൾ ഉള്ള നിയമത്തിന് യാതൊരു അപര്യാപ്തതയില്ല ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ തക്കതായ ശിക്ഷ കൊടുക്കാൻ. നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിൻ്റെ പ്രധാന കാരണം അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ തെറ്റ് ഒരു സ്ഥലത്ത് ചെയ്തവരെ ശിക്ഷാർഹരാക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും ബന്ധത്തിൽ അവരെല്ലാം രക്ഷപ്പെട്ടു വരും. അതുകൊണ്ടാണ് പിന്നെയും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നത്. അതിന് ഏത് കഠിന നിയമമല്ല എന്നാ കൊണ്ടുവന്നാലും എൻഫോഴ്സ് ചെയ്തില്ലെങ്കിൽ ആവർത്തിക്കപ്പെടും. അത് ഭൂലോക നിയമമാണ്, ലോക നിയമമാണ്. ഏത് കുറ്റകൃത്യത്തിനും ശിക്ഷ കൊടുത്തില്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ കൂടുതൽ ആവർത്തിക്കപ്പെടും. ശിക്ഷ കൊടുത്താലോ അത് നിയന്ത്രിക്കാൻ പറ്റും. അതായത് 100 നടക്കുന്നിടത്ത് ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ 10 നടക്കും. ഇത് ശിക്ഷകൾ കിട്ടുന്നില്ല, കഠിന ശിക്ഷ ഒന്നുമില്ലെങ്കിൽ ഇവർ തന്നെ പിന്നെയും പരീക്ഷ നടത്തിപ്പിന് ഉത്തരവാദികളായി വരുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ. ഏത് ലെവലിലായാലും, കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലായാലും, മദ്യഷാപ്പുകളിലായാലും, എക്സൈസിലായാലും കുറ്റകൃത്യങ്ങൾ ചെയ്ത് അഴിമതി നടത്തി തെളിഞ്ഞിട്ടുള്ളവരെ അവിടെ 10, 20, 25 കൊല്ലമാണ് നിൽക്കുന്നത്. ഇപ്പോൾ കശുവണ്ടി കോർപ്പറേഷൻ്റെ MDയുടെ കാര്യം എല്ലാവർക്കും അറിയാം. 25 വർഷമായിട്ട് ആ പൊസിഷനിലിരിക്കുകയാണ്. കേരളത്തിലെ, ഇന്ത്യയിലെയും 12 അന്വേഷണ ഏജൻസികൾ, കേരള വിജിലൻസും CBIയും സഹിതം കേന്ദ്ര ഗവൺമെൻറ്, നമ്മുടെ ED സഹിതം 12 ഏജൻസികൾ അഴിമതി ചെയ്തെന്ന് പറഞ്ഞ അയാൾ ഇന്നും അധികാരത്തിലിരിക്കുകയാണ്. അപ്പോൾ എൻഫോഴ്സ് ചെയ്യുന്നില്ല. കുറ്റകൃത്യം ചെയ്യുന്നവരെ ശിക്ഷാർഹരാക്കാത്തതുകൊണ്ടാണ് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നത്. അതിന് ഏത് നിയമം കൊണ്ടുവരുന്നേ കാര്യമില്ല. അപ്പോൾ നിയമം കൊണ്ടുവന്നിട്ട് ഈ CJP പാറ്റ പാർട്ടിക്കാരെ ഒന്നും കളിപ്പിക്കാമെന്നാണ് നരേന്ദ്രമോദി വിചാരിച്ചു. അതാണ് ഇവർ സമരം ചെയ്ത് ഈ സമരം പൊളിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി ഉടനെ അയാൾ മൊബൈലിൽ ഇതിൽ വന്നിട്ട്, ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എല്ലാവരും അഭിസംബോധന ചെയ്തൊരു ഉഡായിപ്പ് കാണിച്ചു. പക്ഷേ അവരുടെ അടുത്ത് അത് ചിലവായില്ല. അപ്പോൾ മോദിയുടെ എല്ലാ അടവുകളും ഇതുപോലെയായിരുന്നു. അയാൾ അധികാരത്തിൽ വരുന്ന 2014 മുമ്പ് തന്നെ ഇത് തന്നെയായിരുന്നു അയാളുടെ പണി. 15 ലക്ഷം രൂപ വീതം എല്ലാ വീടുകളിലും എത്തിക്കുക അധികാരത്തിൽ വന്നാന്ന് പറഞ്ഞാൽ 15 പൈസ ഇന്നുവരെ ആർക്കും കൊടുത്തിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള ഭൂലോകത്തിൽ, ഈ ഭൂമിയിൽ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ഏറ്റവും വലിയ മനുഷ്യരാണെന്ന് ചോദിച്ചാൽ നരേന്ദ്ര